കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകുകയും UDF ഭരണത്തിൽ വരികയും ചെയ്താൽ മുഖ്യമന്ത്രിയായി ആര് വരും? ഓരോരുത്തരും ഒറ്റയ്ക്കും തെറ്റയ്ക്കും പരസ്പരവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. പലരും VD സതീശൻ, ചെന്നിത്തല എന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ കൂടി സകലരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ച് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാലും അത്ഭുതപ്പെടാനില്ല. അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നിർണായക റോളിലായിരുന്നു KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ ഇതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലേക്ക് മാറാൻ പറ്റിയ അവസരമെന്ന് നിരവധി രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഭരണം കിട്ടിയാൽ VD സതീശനോ രമേശ് ചെന്നിത്തലയോ ഇവരിൽ ആരാകും മുഖ്യമന്ത്രിയാകുമെന്ന ആശയക്കുഴപ്പം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുമുണ്ട്. ഇവിടെയാണ് ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പേരും ഉയരുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ ഉടൻ പുനഃസംഘടന വരാനിരിക്കെ അദ്ദേഹത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മാറ്റി പരീക്ഷിക്കാനും സാധ്യത ഏറെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സംസ്ഥാന നേതൃത്വം ആരെ നിർദ്ദേശിച്ചാലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണ്. ജയിച്ചു വരുന്ന MLA-മാരുടെ പിന്തുണ ആർക്കാണ് എന്നതിനെ അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ. സമീപകാലത്ത് കോൺഗ്രസ് ഭരണം പിടിച്ച സംസ്ഥാനങ്ങളിലെല്ലാം മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചത് MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയാണ്. രാജസ്ഥാനിലും കർണാടകയിലും തെലങ്കാനയിലുമെല്ലാം കണ്ടത് അതാണ്. രാജസ്ഥാനിൽ ജയിച്ചപ്പോൾ PCC പ്രസിഡന്റായി പാർട്ടിയെ നയിച്ചത് സച്ചിൻ പൈലറ്റ് ആയിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയായത് അശോക് ഗെഹ്ലോട്ട് ആയിരുന്നു. കർണാടകയിലും ഇതായിരുന്നു സ്ഥിതി. DK ശിവകുമാറാണ് പാർട്ടിയെ നയിച്ചത് എങ്കിലും മുഖ്യമന്ത്രി പദം കിട്ടിയത് സിദ്ധാരാമയ്യയ്ക്ക്. തെലങ്കാനയിലും മാറ്റമുണ്ടായില്ല. MLA-മാരുടെ പിന്തുണയിൽ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി. കേരളത്തിലും ഇതിന് സമാനമായിരിക്കും കാര്യങ്ങൾ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അതിനാൽ ജയിച്ചു വരുന്ന MLA-മാരുടെ പിന്തുണ നിർണായകമാണ്. കോൺഗ്രസ് MLA-മാരിൽ ഹിതപരിശോധന നടത്തുകയാണ് എങ്കിൽ മുൻതൂക്കം KC വേണുഗോപാലിനാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. KC മുഖ്യമന്ത്രിയായാൽ 6 മാസത്തിനകം ഒരു സിറ്റിംഗ് MLA-യെ രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭാംഗത്വം ഉറപ്പിക്കേണ്ടിയും വരും. ഏറെ കാലമായി ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി കഴിയുകയാണ് KC വേണുഗോപാൽ MP. പക്ഷേ ഈ തിരക്കുകൾക്കിടയിലാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതും അതിന് നേതൃത്വം വഹിക്കാൻ KC കേരളത്തിൽ എത്തിയതും. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം മുതൽ KC വേണുഗോപാൽ നടത്തിയ ഇടപെടലുകൾ തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെ പാർട്ടിയെയും മുന്നണിയെയും കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഗുണകരമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രവർത്തകരെ ഉണർത്തി തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക എന്നതായിരുന്നു KCയുടെ ആദ്യത്തെ ടാസ്ക്. ആ ടാസ്ക് അദ്ദേഹം ഭംഗിയായി നിറവേറ്റിയെന്നാണ് അണികൾ പോലും പറയുന്നത്. പാർട്ടി താഴെത്തട്ട് മുതൽ കൃത്യമായ പ്രവർത്തനം നടത്തി KC പ്രവർത്തകരെ ഉണർത്തി തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കി. പരാതികളും തർക്കങ്ങളുമില്ലാതെ കഴിവും യോഗ്യതയും മാനദണ്ഡമാക്കി സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിൽ KC കാണിച്ച കണിശത മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിൽ ഗുണം ചെയ്തുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. വിമത ശല്യം പാടെ കുറച്ച സ്ഥാനാർത്ഥി നിർണയമായിരുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വിമത ശല്യത്തിൽ തട്ടി വീഴുന്നതാണ് കാണാറുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമാകുമ്പോഴേക്കും പാർട്ടി സ്ഥാനാർത്ഥികളെക്കാൾ വിമതരുമുണ്ടാകും. ഇത്തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന ദിവസത്തിന് മുന്നേ തന്നെ അവസാന വിമതനെ കൂടി പിന്തിരിപ്പിച്ച് വിമതശല്യം ഇല്ലാത്ത തെരഞ്ഞെടുപ്പായി മാറ്റിയത് KCയുടെ നയതന്ത്ര മികവാണ്. വിലക്കയറ്റം മൂലം വീട്ടമ്മമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പൊതുമധ്യത്തിൽ എത്തിച്ചും നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാലക്കാട്ടിലെ നെൽകർഷകരെ നേരിൽ കണ്ട് അവരുടെ പരാതികൾ കേട്ടും മറ്റൊരു നേതാവും ഇന്നുവരെ ചെയ്യാത്ത സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഓൺലൈൻ ഡെലിവറി തൊഴിലാളികൾക്കൊപ്പം ബൈക്കിൽ യാത്ര ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ പൊതുമധ്യത്തിൽ എത്തിച്ചും KC ശ്രദ്ധ നേടിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെന്ന പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിളക്കമാർന്ന വിജയം നേടിയാൽ അതിന്റെ കയ്യടി KC വേണുഗോപാൽ എന്ന സംഘാടന മികവുള്ള നേതാവിനുള്ള അംഗീകാരമാകും. അതുകൊണ്ടാണ് K. സുധാകരൻ, ലീഡർ K. കരുണാകരനെ പോലെ, AK ആന്റണിയെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ, വയലാർ രവിയെ പോലെ ദീർഘദർശിയായ നേതാവാണ് KC വേണുഗോപാൽ എന്ന് വിശേഷിപ്പിച്ചതും അദ്ദേഹത്തെ കേരളത്തിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കാൻ കേരള രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചതും. ഇതിനെല്ലാം പുറമെ സംസ്ഥാന മന്ത്രിയായും MP-യായുമെല്ലാം ഭരണതലത്തിൽ പ്രവർത്തിച്ചുള്ള പരിചയവും KC വേണുഗോപാലിനുണ്ട്. ഉമ്മൻചാണ്ടിക്കൊപ്പം മന്ത്രിസഭയിൽ അംഗമായിരുന്നതിന്റെ അനുഭവ സമ്പത്തും മുൻ UPA സർക്കാരിൽ കേന്ദ്രമന്ത്രിയായും പ്രവർത്തിച്ച അനുഭവ സമ്പത്തും കേരളത്തിലെ ഭരണരംഗത്ത് ഗുണകരമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്.
ഇത്തവണ കേരളത്തിൽ UDF അധികാരം പിടിച്ചാൽ അതിൽ KC വേണുഗോപാൽ എന്ന രാഷ്ട്രീയ നയതന്ത്രജ്ഞന്റെ പാടവം എത്രത്തോളം ഉണ്ട് എന്നാണ് K സുധാകരനും ചൂണ്ടിക്കാട്ടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു എണ്ണയിട്ട യന്ത്രം കണക്കെ പാർട്ടി പ്രവർത്തിച്ചപ്പോൾ അതിന്റെ ചാലകശക്തിയായിരുന്നത് KC ആയിരുന്നുവെന്നാണ് സുധാകരൻ പറയുന്നത്. ആ അർത്ഥത്തിൽ KC വേണുഗോപാലിന്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിന് എത്രത്തോളം അനിവാര്യമാണ് എന്നും ആവശ്യമാണ് എന്നും തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമായി മടങ്ങിയെത്തണമെന്നും കേരളത്തെ നയിക്കണമെന്നുമാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ വരികൾക്കിടയിൽ മനസ്സിലാകുന്ന ഒരു കാര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം ലഭിക്കുകയാണ് എങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തള്ളാതെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLAയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതാണ്. MLAമാരിൽ നിന്ന് പുറത്തുള്ളയാൾ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനമുണ്ടായാൽ എല്ലാവരും അംഗീകരിക്കുമെന്നാണ് സണ്ണി ജോസഫും മറുപടി നൽകിയത്. അതേസമയം തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്ന KC വേണുഗോപാലിനെതിരെ എതിർ ശബ്ദങ്ങളും പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സംഘടനാ ചുമതലയുള്ള കാലത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നേരിട്ട 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവികളാണ്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ ഈ സംസ്ഥാനങ്ങളിലെല്ലാം 2022 നടന്ന അവസാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഉത്തർപ്രദേശിൽ തോറ്റു എന്ന് മാത്രമല്ല, വോട്ട് ഷെയർ വരെ കുറയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലും സ്ഥാനാർത്ഥി നിർണയത്തിലും വേണുഗോപാലിന്റെ തീരുമാനങ്ങളും പാളി എന്നതിന്റെ തെളിവായാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. മറ്റു ചില വിമർശനങ്ങളിലൊന്ന് സംഘടനയെ ബലഹീനമാക്കി എന്നാണ്. സംസ്ഥാന ഘടകങ്ങളുമായി ഏകോപനമില്ലാതാക്കിയതും KCയുടെ കഴിവില്ലായ്മയായി പാർട്ടിക്കുള്ളിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനമടക്കം പല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവികൾ പ്രാദേശിക നേതാക്കളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി തീരുമാനങ്ങൾ ഹൈക്കമാൻഡിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചത്, പുതിയ യുവനേതാക്കൾ ഉയർന്നു വരാത്തത്, ചില സംസ്ഥാനങ്ങളിലെ തെറ്റായ സ്ഥാനാർത്ഥി നിർണയങ്ങൾ എല്ലാം KCക്കെതിരായ വിമർശന ശരങ്ങളാണ്. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് VD സതീശനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെ വൈബ്രന്റായ നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരട്ടെ എന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടാൻ കാരണം.